എടി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ കാര്യം ഇത്രയും പെട്ടെന്ന് വീട്ടിൽ സമ്മതിക്കുന്നു. പിന്നെ വീട്ടിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? നിനക്ക് നല്ല ജോലിയുണ്ട്, നമ്മളൊരേ കാസ്റ്റ് ആണ്, പിന്നെ നിന്നെ കാണാൻ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. എടാ രാഹുലെ, എന്തോ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ ഞാൻ ഒരു വീട്ടില്, പിന്നെ ഒരു പട്ടി കിട്ടി, ആരുമില്ല, പീസ്ഫുൾ ആയിട്ട്. എടി നിർത്ത്, നീ ഇതെന്ത് ക്രിഞ്ചടിക്കുന്നേ? ഇതൊക്കെ എങ്ങനെ ക്രിഞ്ചാവണേ? ഞാൻ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയല്ലേ പറയുന്നത്, ഇതൊക്കെ വേണ്ടേ? എടി ഇതൊക്കെ വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. എന്തായാലും ഇതുവരെ എത്തിയില്ലേ, ഇനി അങ്ങോട്ട് നടന്നോളും, പേടിക്കണ്ട. ഒന്നുമില്ല, ഇങ്ങനെ നിന്നാ മതിയോ? വീട്ടിൽ പോണ്ടേ? ഞാൻ പോല. എടി അനു, നിനക്ക് എന്നെ എപ്പോൾ കാണണം തോന്നിയാലും ഒരു കോൾ ചെയ്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എത്തില്ലേ. സോ അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ നീയും ഞാനും തമ്മിൽ. പോവാൻ നോക്ക്, അച്ഛൻ കണ്ട് ബാഡ് അടിക്കണ്ട. ടിങ്കു, പുറത്തേക്കൊന്നും പോകരുത് കേട്ടോ. പലരും പലതും തരും, അതൊക്കെ തന്നെ വെറുതെ വയറ് ചീറ്റായിരുന്നു. വേണമെങ്കിൽ കാണുമ്പോൾ രണ്ട് കുറവ്. അച്ഛാ, എനിക്കൊരു പട്ടീനെ വേണം. എന്തു വേണമെന്ന്? പട്ടിക്കുട്ടീനെ. എന്തു പറ്റി? ഇത്രയും കാലം വേണ്ടാത്ത സാധനം ഇപ്പൊ വേണമെന്ന്? അച്ഛന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? എന്റെ അനുമോളെ, നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. പട്ടിയെ വാങ്ങിക്കൊണ്ടുവന്നാ നിന്റെ അമ്മ എന്നെ ഈ പടി പോലും കേറ്റൂല. അത് ഞാൻ നോക്കിക്കോളാന്ന്. മോളെ, ഇപ്പൊ പട്ടി വേണ്ട. നിന്റെ കല്യാണക്കാവാനായല്ലേ. നീ പോയാ നിന്റെ പട്ടിന് പിന്നെ ആര് നോക്കൂ? നിന്റെ തള്ളിയോ? ഒച്ച അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛന് വാങ്ങിച്ചു തരാൻ പറ്റില്ല, അത് പറ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ അമ്മ വരട്ടെ, എന്നിട്ട് ചോദിക്കാം. അമ്മ ഓക്കെ എന്ന് പറഞ്ഞാ അപ്പൊ മേടിക്കാം. അച്ഛൻ നന്നായിട്ട് അറിയാമോ ഒരിക്കലും വാങ്ങിച്ചു തരാൻ പോലാന്ന്. അച്ഛൻ പ്ലീസ് അച്ഛ ഒന്ന് വാങ്ങിത്താ. നിന്റെ അമ്മ അറിയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നിന്റെ അമ്മ എനിക്ക് പേടിയാ. അച്ഛന് വാങ്ങി തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാ പോരെ, വെറുതെ ന്യായീകരിക്കാൻ നിൽക്കണ്ട.
ഹലോ, നീ ഉറങ്ങിയോ? അല്ലടാ ഞാൻ ഉരുണ്ട് ചൈന പ്രദർശനം ചെയ്തോണ്ടിരിക്കുക. അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചേ. എനിക്കൊരു പട്ടിക്കുട്ടീനെ വേണം. ആ പട്ടിക്കുട്ടി. എടി പാതിരാത്രിക്കാണോ പട്ടിക്കുട്ടി മനുഷ്യന്റെ ഉറക്കം കളയേ? എടി നാളെ വാങ്ങിയ പോരെ? നാളെ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ വേണം. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ വേണം. എടി ഇത്ര സമയായില്ലേ, നാളെ വാങ്ങാം. താങ്ക്സ് അച്ഛാ. അനുമോളോടൊപ്പം സ്നേഹം ഉണ്ടല്ലേ? എവിടുന്നാ വാങ്ങിയേ? രാവിലെ പാല് വാങ്ങാൻ പോയപ്പോൾ അവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ്. അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ കൂടിയതാ. എന്നിട്ട് ആൾക്കെന്തെങ്കിലും പറ്റിയാ? ആ ചെറുക്കൻ മരിച്ചു എന്ന് കേട്ടു. Calling is either switched off or not reachable at the moment. എടി നിനക്കെന്താ വേണ്ടത്? പട്ടിക്കുട്ടീനല്ലേ? നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും പട്ടിക്കുട്ടിയായിട്ട് വരും. ഓക്കെ?
പിന്നീട് നിനക്ക് എന്താ വേണ്ടത്? പട്ടിക്കുട്ടീനല്ലേ? നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും പട്ടിക്കുട്ടിയായിട്ട് വരും. ഓക്കെ? പാൽ. നീ എന്താ ഇവിടെ? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേ? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? എന്താ പറ്റിയേ? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയേ? എന്താ പറ്റിയേ?